ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂളിലെ കുറച്ച് ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഫോട്ടോകെമിക്കൽ സ്മോക്ക്. എ സ്മോക്ക് ഈസ് എ മിക്സ്ചർ ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്. Photochemical smoke is an air pollution formed when photons of sunlight hit molecules of different kind of pollutants in the atmosphere. അറ്റ്മോസ്ഫിയറിലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പൊല്യൂട്ടൻറ്റ് മോളിക്യൂൾസും സൺലൈറ്റിൽ നിന്നുള്ള ഫോട്ടോൺസും ഹിറ്റ് ചെയ്തിട്ട് ഫോട്ടോകെമിക്കൽ സ്മോക്ക് ഫോം ചെയ്യുന്നു. അതൊരു തരത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ എയർ പൊല്യൂഷനാണ് ഫോട്ടോകെമിക്കൽ സ്മോക്ക് എന്ന് പറയുന്നത്. ഈ സൺലൈറ്റിൽ നിന്നുള്ള നൈട്രജൻ ഓക്സൈഡ്സ്, വോളാറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതേപോലെ പെറോക്സി അസെറ്റാൽ നൈട്രേറ്റ്സ് ഒക്കെ കൂടി ചേർന്ന് ഫോട്ടോകെമിക്കൽ സ്മോക്ക് ഫോം ചെയ്യും. Majority of harmful effect of hydrocarbon pollutions are not due to hydrocarbon themselves but the product of photochemical reaction in which they are involved. അതായത് ഈ ഹൈഡ്രോകാർബൺ പൊല്യൂഷൻ്റെ ഹാംഫുൾ എഫക്റ്റ് ഒന്നും ഈ ഹൈഡ്രോകാർബൺസ് മാത്രം മുഖേന ഉണ്ടാവുന്നതല്ല, അത് അല്ലാണ്ട് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസിൽ ഉണ്ടാവുന്ന പ്രോഡക്ട്സ്, ഇത് ഇൻവോൾവ് ആയിട്ടുള്ള ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസിൽ വഴി ഉണ്ടാകുന്ന പ്രോഡക്ട്സും ഇതിനൊരു ഹാംഫുൾ ആണ്. Hydrocarbon do not react readily with sunlight, but they are reactive towards other substance produced photochemically. An important characteristics of atmosphere, which is loaded with large quantity of automobile exhaust trapped by an inversion layer and at the same time exposed to intense sunlight. It is the formation of photochemical oxidants in the atmosphere. This gives rise to a phenomenon of photochemical smoke, which is observed in localities like Los Angeles and Denver, USA. It may be mentioned that smoke originally means an odd combination of smoke and fog prevalent in London. This is, however, chemically reduced with a high level of SO2 and is called reducing smoke, whereas photochemical smoke is an oxidizing smoke having a high concentration of oxidants. Photochemical smoke is characterized by brown hazy fumes which irritate the eyes and lungs and also lead to the cracking of rubber and extensive damage of plant life. അടുത്തത് എൽനിനോ ഫിനോമിനൻ. ഈ എൽനിനോ ഫിനോമിനൻ എന്ന് പറയുന്നത് പസഫിക് ഓഷ്യനിലെ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഒരു ഫിനോമിനനാണ് എൽനിനോ ഫിനോമിനൻ. അത് കുറേ വർഷം കൂടുമ്പോൾ ഈ ഓഷ്യനിൽ ഉണ്ടാകുന്ന ഒരു ഫിനോമിനനാണ്. 2 മുതൽ 7 വർഷത്തിനുള്ളിൽ ഈ ഫിനോമിനൻ ഉണ്ടാവാറ്. സാധാരണയായിട്ട് 2 to 7 ഇയർ ഇൻ്റർവെല്ലിലാണ് ഈ ഫിനോമിനൻ നടക്കാറ്. ഈ എൽനിനോ ഫിനോമിനൻ ഉണ്ടാവുന്നത് മൂലം ക്ലൈമറ്റ് ചേഞ്ചും വെതർ ചേഞ്ചെല്ലാം ഉണ്ടാവാം. A disruption of the ocean atmosphere system in the tropical Pacific having important consequences for weather and climate around the globe. Typically, the ocean surface warm up by a few degrees. At the same time, the place where huge thunderstorms occur on the equator moves eastward. Generally affects northern hemisphere in the winter or originates around equator. Historically, it has occurred at irregular interval of 2 to 7 years. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 to 7 years ഇറഗുലർ ഇൻ്റർവെല്ലിൽ ഈ ഫിനോമിനൻ സംഭവിക്കാം. അതുപോലെ ഇത് ഇക്വേറ്റർ റീജിയനിലായിരിക്കും ഇത് കാണപ്പെടുക. ജനറലി ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. വിൻ്റർ സീസണിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഈ ഫിനോമിനൻ എഫക്റ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ എഫക്ട്സ് ഓരോ വേൾഡ് വൈഡായിട്ട് എൽനിനോ ഫിനോമിനൻ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, വെറ്റ് വിൻ്റർ ഓവർ സൗത്ത് ഈസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്, drought in Indonesia and Austria and other places that are typically wet, flooding in South America in area typically dry, wildfires and mudslides, warmer winter in the upper Midwest states and Canada.
Monitoring is done to keep a track on quality of air with a view to collect information and improve it. എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എയർ പൊല്യൂഷൻ്റെ എയറിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അവർ ഇതിൽ എയറിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് എങ്ങനെ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് അവർ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആർ SO2, സ്മോക്ക് ആൻഡ് സസ്പെൻഡഡ് പാർട്ടിക്കിൾ. ദീസ് ആർ മോണിറ്റേർഡ് ഓൺ എ ഡെയിലി ബേസിസ് ആൻഡ് ദ റിസൾട്ട്സ് ആർ കളക്റ്റഡ് ബൈ എ സെൻട്രൽ ഏജൻസി. ഫസ്റ്റ് SO2. SO2 is major contaminant in urban and industrial areas, which is measured by colorimetry, conductivity, colorimetry and amperometry. അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഏരിയാസിലായിരിക്കും ഈ SO2 മേജറായിട്ടുണ്ടാവുക. അത് കളറിമെട്രി, കണ്ടക്ടിവിറ്റി, അതേപോലെ ആംപ്രോമെട്രി എല്ലാം യൂസ് ചെയ്തിട്ട് അത് മെഷർ ചെയ്യാൻ പറ്റും. അടുത്തത് സ്മോക്ക് ഇൻഡെക്സ്. എ നോൺ വോളിയം ഓഫ് എയർ ഈസ് filtered through a white filter paper under specified conditions, and the stain is measured by photoelectric meter and expressed as microgram per meter cube of air. Third, grit and dust measurement. Deposit gauge collect grit, dust and other solids which are analyzed monthly. Fourth, haze. It is traditionally an atmospheric phenomenon where dust, smoke and other dry particles obscure the clarity of the sky. Fifth, air quality index. It is an index for reporting daily air quality. It tells us how clean or polluted our air is and what associated health effects might be a concern for us. AQI, അതായത് എയർ ക്വാളിറ്റി ഇൻഡെക്സ്, calculated for 5 major air pollutants regulated by the Clean Air Act: ground level ozone, particle pollution, carbon monoxide, sulfur dioxide and nitrogen dioxide. അതായത് ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ഡെയിലി എയർ ക്വാളിറ്റി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഡെക്സാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അത് എയർ ക്ലീൻ ആണോ, എത്രമാത്രം ക്ലീൻ ആണ്, അല്ല ക്ലീൻ ആണോ അല്ല പൊല്യൂട്ടഡ് ആണോ എന്ന് അറിയിക്കുന്ന ഒരു സംവിധാനമാണ്. ആൻഡ് വാട്ട് അസോസിയേറ്റഡ് ഹെൽത്ത് എഫക്റ്റ് മൈറ്റ് ബി എ കൺസേൺ ഫോർ അസ്. അത് ഏത് തരത്തിലുള്ള ഹെൽത്ത് എഫക്ട്സ് ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. ഈ AQI 5 മേജർ എയർ പൊല്യൂഷൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഒന്ന് ഗ്രൗണ്ട് ലെവൽ ഓസോണിന്, പാർട്ടിക്കിൾ പൊല്യൂഷൻ, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഈ 5 പൊല്യൂഷന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AQI യൂസ് ചെയ്യുന്നു. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. 1984 ഡിസംബർ 3 ആയിരക്കണക്കിന് ആൾക്കാരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അത് മധ്യപ്രദേശിലെ ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിലെ മീഥൽ, ഹൈലി ടോക്സിക് ആയിട്ടുള്ള മീഥൽ ഐസോസയനൈഡ് ലീക്കേജ് വഴിയാണ് ഈ ഡിസാസ്റ്ററിന് കാരണം. Bhopal gas tragedy was a gas leak incident in India, considered one of the world's worst industrial catastrophe. It occurred on the night of 2nd-3rd December 1984 at the Union Carbide India Limited pesticide plant in Bhopal, Madhya Pradesh. A leak of methyl isocyanate gas and other chemical from the plant resulted in the exposure of hundreds of thousands of people. During the night of 2nd-3rd December 1984, water entered tank E610 containing 42 tons of methyl isocyanate. 42 ടൺ
മീഥൈൽ ഐസോസയനൈഡ് ഫില്ല് ചെയ്തിരിക്കുന്ന ടാങ്കിൽ വാട്ടർ എൻ്റർ ചെയ്യും. അതുവഴി എക്സോതെർമിക് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്തു. ടാങ്കിനുള്ള ടെമ്പറേച്ചർ 200 ഡിഗ്രി ആയി റേസ് ചെയ്തു. അതുപോലെ പ്രഷറും കൂടി. 30 മെട്രിക് ടൺ മീഥൈൽ ഐസോസയനൈഡ് ഇതുവഴി എസ്കേപ്പ് ആവുകയും ഭോപ്പാലിലെ അറ്റ്മോസ്ഫിയറിൽ 45 മുതൽ 60 മിനിറ്റിനുള്ളിൽ ഇത് മുഴുവൻ സ്പ്രെഡ് ആവുകയും ചെയ്തു. ഈ ഗ്യാസ് ലീക്കിന് കാരണമായ കുറച്ച് ഫാക്ടേഴ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്റ്റോറിങ് മീഥൈൽ ഐസോസയനൈഡ് ഇൻ ലാർജ് ടാങ്ക്സ് ആൻഡ് ഫില്ലിംഗ് ബിയോണ്ട് റെക്കമെൻഡഡ് ലെവൽ, പുവർ മെയിൻ്റനൻസ്, failure of several safety system being switched off to save money, including the methyl isocyanate tank refrigeration system, which could have mitigated the disaster severity. Plant location close to a densely populated area, undecided safety devices, the dependence on manual operations. അതായത് ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം വളരെ പുവറായിരുന്നു, എല്ലാം ഫെയിലിയർ ആയിരുന്നു തന്നെ പറയാം. പിന്നെ അതുപോലെ പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ അളവിലായിരുന്നു ഈ പ്ലാന്റിൽ മീഥൈൽ ഐസോസയനൈഡ് ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാനുവൽ ഓപ്പറേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ഈ പ്ലാന്റ്. ഇതൊക്കെയാണ് ഈ ഗ്യാസ് ട്രാജഡിക്ക് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ്. വാട്ട് വർ ദ എഫക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്തിൽ ഇതുണ്ടാക്കിയ എഫക്ട്സ് എന്തെല്ലാം നോക്കാം. റെസ്പിറേറ്ററി ഡിസോർഡർ, ഇറിറ്റേഷൻ ടു ലങ്സ് കോസ്റ്റ് കഫ് ആൻഡ് ഓർ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്തിങ്, ഹയർ എക്സ്പോഷർ കോസ്റ്റ് ബിൽഡപ്പ് ഓഫ് ഫ്ലൂയിഡ്സ്, കോസ്റ്റ് ആസ്മ. അതായത് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി, ലങ്സിൽ ഇറിറ്റേഷൻസ്, അതുപോലെ ചുമ, ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ആസ്മ, ഇതൊക്കെ ഇതിന് കാരണമായി. ക്യാൻസർ ഹസാർഡ്, കോസ്റ്റ് മ്യൂട്ടേഷൻ, ഇറ്റ് കോസ്റ്റ് ക്യാൻസർ. ജനറ്റിക് ചേഞ്ചസ് ഉണ്ടായി, അത് ക്യാൻസറിന് കാരണമായി. Reproductive hazards, association between exposure to methyl isocyanate and miscarriages. It may damage the growing fetus, may also affect fertility in men and women. Reproductive സിസ്റ്റത്തിനെയും ഇത് ബാധിച്ചു. ആഫ്റ്റർ എഫക്റ്റ് traces of many toxins were found in the breast milk of mothers and were in turn transmitted to the recipient babies. Short time health effects എന്തെല്ലാം നോക്കാം. Apart from methyl isocyanate, the dense gas cloud may have contained phosgene, hydrogen cyanide, carbon monoxide, hydrogen chloride, oxides of nitrogen, monomethylamine and carbon dioxide, either produced in the storage tank or in the atmosphere. The initial effects of exposure were coating, vomiting, severe eyes irritation and a feeling of suffocation. Long-term health effects. It is estimated 1 lakh to 2 lakh people have permanent injuries. Reported symptoms are eye problems, respiratory difficulties, immune and neurological disorders, cardiac failure secondary to lung injury, female reproductive difficulties and birth defeats among children born to affected women. The Indian government and UCC deny permanent injuries were caused by methyl isocyanate or the other gases. ഈ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം നമ്മൾ മുന്നേ പറഞ്ഞ അത് തന്നെയാണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിലുണ്ടായ ഇത്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടായ കോസസ്, അതുപോലെ ക്യാൻസറിന് കാരണം, ഇതൊക്കെ നമ്മൾ മുന്നേ നോക്കിയതാണ്. അടുത്തത് കോൺസിക്വൻസ്.
710,000 people died from the gas in 72 hours. 72 മണിക്കൂറിൽ 710,000 ആൾക്കാർ മരിച്ചു ഈ ഗ്യാസ് ശ്വസിച്ചതിന് ഫലമായിട്ട്. Over 500,000 people were exposed to the gas and more than 25,000 have died as a result of exposure. This tragedy is ongoing as the next generation are also ill. The accident and the pollution at the Union Carbide site have caused more than 120,000 people to be chronically ill. Children are 10 times more likely to be born with birth defects in Bhopal now than elsewhere in India. അടുത്തത് നമുക്ക് സാമ്പിളിംഗ് എന്താണെന്ന് നോക്കാം. Sampling. In order to control and remove the air pollutants from air, it is necessary to know the source of air pollutants and to collect the sample of emission of gases at source. The collection of sample at various sources is called stock sampling. അതായത് നമുക്ക് ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ ഈ പൊല്യൂഷനെ റിമൂവ് ചെയ്യണമെങ്കിൽ, എയറിൽ നിന്ന് ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആ പൊല്യൂഷൻ ഉണ്ടാക്കാൻ കാരണമായ സോഴ്സ് എവിടെ നിന്നും അതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. വേരിയസ് സോഴ്സിൽ നിന്ന് ഈ സാമ്പിൾ കളക്ട് ചെയ്യുന്ന അതിനെ പറയുന്നത് പേരാണ് സ്റ്റോക്ക് സാമ്പിളിംഗ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് സാമ്പിളിംഗ്: to measure quality and quantity of pollutant product by source, to determine the effect of emission throughout the year and monthly variation in the year, to determine the effect of emission in different zones or area of the country, to know the nature of the pollutant source, to estimate the single or multiple pollutant source. അപ്പോൾ ഈ സോഴ്സിൽ നിന്നുണ്ടാകുന്ന ഈ പൊല്യൂട്ടൻറ്റിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ക്വാണ്ടിറ്റിയും മെഷർ ചെയ്യണം. അതുപോലെ ആ എമിഷനിൽ നിന്ന് ത്രൂ ഔട്ട് ഇയറിൽ വർഷം മുഴുവൻ അല്ലെ മന്ത്ലി ഉണ്ടാകുന്ന എമിഷൻ്റെ എഫക്ട്സ് ഡിറ്റർമിൻ ചെയ്യണം. ഡിഫറെൻ്റ് ഏരിയയിലുള്ള എമിഷൻ്റെ എഫക്റ്റ് ഡിറ്റർമിൻ ചെയ്യണം. ആ പൊല്യൂട്ടൻറ്റിൻ്റെ നേച്ചർ ഡിറ്റർമിൻ ചെയ്യണം. അതുപോലെ സിംഗിൾ അല്ലെ മൾട്ടിപ്പിൾ പൊല്യൂട്ടൻ സോഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഈ സാമ്പിളിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അതുപോലെ എയർ പൊല്യൂഷനെ കൺട്രോൾ